എല്ലാവർക്കും സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ മിക്സിയുടെ ഒരു ജാറൊന്ന് എടുത്ത് വയ്ക്കാം. അതിലേക്ക് ഇപ്പോൾ ഒരു പിടി പുതിനയിലയും അതുപോലെ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ 2 പച്ചമുളക്, ഇനി ഇതിലേക്ക് ഒരു 7-8 വെളുത്തുള്ളി, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല കട്ട തൈര് കൂടി ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഈ അരയ്ക്കുന്നതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ചൊന്ന് അണ്ടിപ്പരിപ്പും ഇതുപോലെ കുറച്ചൊന്ന് മുന്തിരി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതേ സെയിം പാനിലേക്ക് ഇനി നമുക്ക് അടുത്തായിട്ട് പനീറൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിന്ന് 300 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഇപ്പോൾ ഇതേപോലെ 2 സൈഡും ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ പനീർ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു കുക്കറൊന്ന് എടുത്ത് വയ്ക്കാം. കുക്കർ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 2 ചെറിയ കഷ്ണം പട്ട, അതുപോലെ 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു വഴനയില, അപ്പോൾ അതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോൾ അതുവരേക്ക് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള വഴണ്ടിട്ട് ഇപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ കുറവ് മഞ്ഞൾപ്പൊടി, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേർത്തിരിക്കുന്ന മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ അതുവരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബിരിയാണിയിലേക്ക് ഓയിലും അതുപോലെ നെയ്യൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇതിന് കൂടുതലായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയും തക്കാളിയും എല്ലാം കൂടി അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പുതിന, മല്ലിയില, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം, അപ്പോൾ ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേസ്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതുപോലെ വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി അരിയാണിത്. ഇതിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഒന്ന് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി കൂടിയാണ്. ഇനി നമുക്ക് ഈ മസാലയിൽ അരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ റൈസ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇപ്പോൾ മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പനീറാണ്. അപ്പോൾ ആ പനീർ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ മസാല ഇട്ടിരിക്കുന്ന റൈസും അതുപോലെ പനീറും കൂടി ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ സാവധാനം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിന് മുന്നേ ഇതിലേക്ക് ഉപ്പ് ചേർത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് നന്നായിട്ട് കുറച്ചും കൂടി ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് ബിരിയാണിക്ക് കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് റൈസ് എല്ലാം കുക്കാവാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 1 വിസിൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഒരു വിസിലിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ തുറക്കുമ്പോൾ ഇതേപോലെയാണ് നമ്മുടെ പനീർ ബിരിയാണി ഇരിക്കുന്നത്. അപ്പോൾ ഈ പനീർ ബിരിയാണി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.